सहनाववतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। तम दुर्दर्शं गूढ़मनुप्रविष्टं गुहाहितं गह्वरेष्ठं पुराणम् अध्यात्मयोगाधिगमेन देवं मत्वा धीरो हर्षशोकौ जहाति। एतच्छ्रुत्वा सम्परिगृह्य मर्त्यः प्रवृह्य धर्म्यमनुमेतमाप्य समोदते मोदनीयं हि लब्ध्वा विवृतं सद्म नचिकेतसं मन्ये। ഏതച്ഛ്രുത്വാ, ഇത് കേട്ടിട്ട്, ഇതിനെ കേട്ടിട്ട്. ഏതിനെ കേട്ടിട്ട്? ഇപ്പൊ പറഞ്ഞ ദുർദർശം ഗൂഢം അനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകൗ ജഹാതി എന്ന് കേട്ടിട്ട്, ഈ തത്വം മനസ്സിലാക്കിയിട്ട്. ഞാനത്ര കേട്ടതാ, ഇത്ര കാലായി കേൾക്കാൻ തുടങ്ങിയിട്ട്. ഒരു കാര്യമില്ല, മരണം വരെ കേട്ടുകൊണ്ടിരിക്കും, പിന്നെയും കേൾക്കും. എന്ത് വേണം? സംപരിഗൃഹ്യ, നല്ലതുപോലെ പരിഗ്രഹിച്ചിട്ട്. നമ്മൾ 1000 വിഷയം പരിഗ്രഹിച്ച് വെച്ചിരിക്കുക, പിന്നെ ഇതുണ്ടോ? എടാ, സ്ഥലം വേണ്ടേ? നിറഞ്ഞ കപ്പിലേക്ക് പിന്നെ നമുക്ക് ഒഴിക്കാൻ പറ്റില്ല. നിറഞ്ഞ കപ്പിലേക്ക് വീണ്ടും ഒഴിക്കാൻ പറ്റില്ല, പുറത്തേക്ക് തൂവി പോവുകയുള്ളൂ. അതുപോലെയാണ് നമ്മൾ പലപ്പോഴും. അതുകൊണ്ട് ആദ്യം വേണ്ടത് ഇത്രയും കാലം പഠിച്ചതൊക്കെ ഇല്ലാണ്ടാക്കണം, എന്നിട്ട് കുറച്ച് സ്ഥലം ഉണ്ടാക്കണം ഉള്ളിൽ. എന്നാലേ ഇത് ഗ്രഹിക്കാൻ പറ്റും. സ്ഥലം ഉണ്ടാക്കണം. സംപരിഗൃഹ്യ, നല്ലപോലെ പരിഗ്രഹിച്ചിട്ട്. അതാണ് വേണ്ടത്. അപ്പം ആദ്യം കേൾക്കുക, കേട്ടോണ്ടൊരു പ്രയോജനമില്ല, കേട്ടിട്ട് പരിഗ്രഹിക്കുക. എന്നിട്ട് എന്ത് വേണം? പ്രവൃഹ്യ, വേർതിരിക്കണം. പ്രവൃഹ്യ എന്ന് പറഞ്ഞാൽ ഈ അരിയിൽ നിന്ന് നമ്മൾ കല്ല് പെറുക്കി മാറ്റാറുണ്ട്. അതുപോലെ കടലയും കല്ലും ചേർന്ന മിശ്രത്തിൽ നിന്ന് കടല മാറ്റുന്ന, അല്ലെങ്കിൽ കല്ല് മാറ്റുന്ന പോലെ, അരിയും കല്ലും ചേർന്ന മിശ്രത്തിൽ നിന്ന് കല്ല് മാറ്റുന്ന പോലെ, അല്ലെങ്കിൽ അരി മാറ്റുന്ന പോലെ, ഏതാണോ കുറവ് അത് മാറ്റും നമ്മൾ. അതുപോലെ വേർതിരിക്കണം. എവിടുന്ന് വേർതിരിക്കണം? ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിൽ നിന്ന് തന്നെ വേർതിരിക്കണം. എന്തൊക്കെയായിട്ട് തന്നെ താതാത്മ്യപ്പെടുത്തി വെച്ചിരിക്കുന്നു, അതിൽ നിന്ന് ഒക്കെ തന്നെ വേർതിരിക്കണം. ഭഗവാൻ രമണ മഹർഷിയുടെ ജീവിതത്തിൽ ഒരു സംഭവം, അത് ഇന്നാൾ ഇവിടെ ഉണ്ടായി. അത് തന്നെ, അതേ സംഭവം അതേപോലെ ഇവിടെ ഉണ്ടായി. അത് തന്നെ. അതാദ്യം പറയാം, എന്നിട്ട് ഇവിടുത്തെ പറയാം. ഒരാൾ വന്നു, സ്വാമി എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം. എവിടെ? ആശ്രമത്തിൽ. അപ്പോൾ രമണ മഹർഷി ചോദിച്ചു, എന്തിനാ നീ നിൽക്കണത്? അല്ല, എനിക്ക് ജ്ഞാനം വേണം, അറിവ് വേണം, അതിനിവിടെ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്നാൽ ഗുണമുണ്ടാവും. ശരി, ഇവിടെ നിന്നോളൂ. അങ്ങനെ അവിടെ എന്തോ ഡ്യൂട്ടിയൊക്കെ കൊടുത്തു. ഡ്യൂട്ടി കൊടുത്ത് അവിടെ നിന്ന് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരാളായിട്ട് ലഹളയായി.
ലഹളയായപ്പോൾ പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരാം, ഞാൻ ആരാന്നൊക്കെ മനസ്സിലായിട്ടില്ല. ഇത് കേട്ടുകൊണ്ടാണ് രമണ മഹർഷി വരുന്നത്. രമണ മഹർഷി തൊഴുതു പറഞ്ഞു, ഇത്ര 4-5 ദിവസം കൊണ്ട് വന്ന ലക്ഷ്യമായല്ലോ. കാരണം ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല, നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഞാൻ ആരാന്ന്. അഹം കോഹ, ഞാൻ ആരെന്ന് മനസ്സിലായല്ലോ, ഇനി വേഗം വിട്ടോളൂ. ഇതാണ് ഇവിടെ ഉണ്ടായി. ഇവിടെ കഴിഞ്ഞ മാസം ഒരാൾ വന്നു, ഞാൻ കുറച്ച് സേവ ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്, മറ്റതാ മറിച്ചത്. ഞാൻ എന്ത് സേവയാണ് നിങ്ങൾ ചെയ്യുക? അത് എന്ത് സ്വാമി പറഞ്ഞാലും ചെയ്യാം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം സേവയൊന്നും വേണ്ട, നിങ്ങളെ ഒന്ന് പരിചയമാവട്ടെ, അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്തൊക്കെയാണെന്ന് പരിചയമാവട്ടെ, അതിന് ശേഷം മാത്രമേ സേവ ചെയ്യാം. അല്ല, ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും സേവ ചെയ്യാം. അടുക്കളയിലൊന്നും ഇപ്പോൾ കയറ്റുന്ന പ്രശ്നമല്ല, അത് ഏറ്റവും അവസാനം കയറ്റേണ്ട സ്ഥലമാണ് അടുക്കള. ആദ്യം കയറ്റാൻ പറ്റില്ല, അത് ആദ്യം പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ഇവിടെ നിൽക്കുക, അത് നിങ്ങൾ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഒരാഴ്ച കൊണ്ട് ഒരു സ്വാമിയായിട്ട് അടിയായി, 4 അടി. അപ്പോൾ ഇയാൾ സ്വാമിയോട് പറഞ്ഞു, ഞാൻ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ആരാന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നിങ്ങൾ ആശ്രമത്തിൽ സേവ ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ആരാന്ന് മനസ്സിലായി കഴിഞ്ഞു, ഞാൻ ആത്മസ്വരൂപം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ എന്തിനാ ആശ്രമത്തിൽ നിൽക്കണം? ഇനി വേറെ എവിടെയെങ്കിലും ആശ്രമം തുടങ്ങിയിട്ട് അവിടെ നിങ്ങൾ പഠിപ്പിച്ചോളൂ, അല്ലാണ്ട് എന്താ. അപ്പം തന്നെ ഓടിച്ചു വിട്ടു ആ നിമിഷം. പിന്നെ അവിടെ നിർത്താൻ പറ്റില്ല, കാരണം അയാൾ വലിയ ആയിക്കഴിഞ്ഞില്ലേ, ആത്മജ്ഞാനി ആയിക്കഴിഞ്ഞില്ലേ. എന്താ, ഞാൻ ആരാന്ന് കാണിച്ചു തരാന്ന്, ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ ആരാന്ന് അവന് മനസ്സിലായല്ലോ ഇല്ലേ? അതല്ലേ സാധനയുടെ ലക്ഷ്യം. വേറെന്താ? നമ്മളൊക്കെ പറയണ വിഡിത്താണത്. പലപ്പോഴും ഈ ഇരിക്കണവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ആരോടെങ്കിലും, ഞാൻ ആരാന്നൊക്കെ മനസ്സിലായിട്ടില്ല, ഞാൻ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ ആരാണ്? എന്തൊരു കഷ്ടാണത്. നാളെ പോയാൽ പോരെ സ്വാമീനെ? പോരാ, ഇന്ന് തന്നെ പോകണം. അല്ലാണ്ട് എന്താ, ഇന്ന് തന്നെ പോകണം, ഇപ്പം പോകണം. ഇവിടെ ഇനി ഒരു നിമിഷം നിൽക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ പിന്നെ അച്ചടക്കം ഉണ്ടാവില്ല. സ്വാമീനോടാ കയറി വേറൊരു സന്യാസിനോട് പോയിട്ട് തല്ലുണ്ടാക്കുക പറഞ്ഞാൽ. അപ്പോൾ പറയണതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കുക, എനിക്കറിയോ ഞാൻ ആരാന്ന്, എന്നിട്ട് വേണ്ടേ നിന്നെ കാണിച്ചു തരിക. എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ആത്മാവിനെ? അല്ല, അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് വിഡ്ഢിത്താണ് ഈ പറയണതൊക്കെ. അപ്പം അതുകൊണ്ട് വേർതിരിക്കുക, സംപരിവൃഹ്യ എന്നുള്ളതിന് വലിയ അർത്ഥമുണ്ട്. പ്രവൃഹ്യ, വേർതിരിച്ചിട്ട്, ശരീരേന്ദ്രിയ മനോബുദ്ധികളിൽ നിന്ന് തന്നെ വേർതിരിച്ചിട്ട്. അണും ഏതം ധർമ്മ്യം ആപ്യ, അതിസൂക്ഷ്മമായ ഈ ധർമ്മ്യത്തെ നേടിയിട്ട്, അതിസൂക്ഷ്മമായ ഈ തത്വത്തെ നേടിയിട്ട് വേർതിരിച്ചാൽ സാധിക്കും. ശരീരേന്ദ്രിയ മനോബുദ്ധികളെ തന്നിൽ നിന്ന് വേർതിരിച്ചാൽ തന്നെ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലോ സമോദത്തെ, അവൻ ആനന്ദിക്കുന്നു. അവന് പിന്നെ ആനന്ദേ ഉള്ളൂ. അവൻ മോദിയായി. അതെ, അവൻ മോദിയായി. മോദതേ മോദനീയം ലബ്ധ്വ, സന്തോഷിക്കപ്പെടേണ്ടതിനെ കിട്ടിയിട്ട്. എന്ത് കിട്ടിയാലാണോ സന്തോഷിക്കുക, അത് കിട്ടിയിട്ട്, അത് കിട്ടി. എന്ത് കിട്ടിയാലാ സന്തോഷിക്കുക? ആനന്ദ സ്വരൂപത്തെ അറിഞ്ഞാൽ ആനന്ദമായി. അതുവരെ ആനന്ദമില്ല, അതുവരെ സുഖം ഉണ്ടാവും. എന്തിനെ കിട്ടിയാലും സുഖം ഉണ്ടാവും, ഇല്ല എന്ന് പറയണില്ല. അപ്പം തന്നെ അത് നശിക്കുകയും ചെയ്യും. ആ സുഖം അത് ദുഃഖമായി മാറും. എന്നാൽ ആനന്ദഹേതുവായതിനെ മോദനീയമായതിനെ കിട്ടിക്കഴിഞ്ഞാൽ മോദത്. ഇതാണ് ഉപദേശം. എന്നിട്ട് നചികേതസിനോട് പറയുകയാണ്, നചികേതസം വിവൃതം സദ്മമന്യേ. നചികേതസിനെ മന്യേ, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ? വിവൃതം സദ്മ. സദ്മ വാസസ്ഥാനം, കെട്ടിടം, സ്ഥാനം തുറക്കപ്പെട്ടതായിട്ട്. വിവൃതം, നിന്റെ സ്ഥാനം തുറന്നു വെച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു.
നിന്റെ സ്ഥാനം തുറന്നതായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം നീ മോക്ഷാർഹനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ ഈ പറഞ്ഞ തത്വജ്ഞാനത്തിന് അധികാരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിനക്ക് വഴിയിൽ ഒരു തടസ്സവും ഇല്ല. അതാണ് സദ്മം എന്നാൽ ഗൃഹം, സ്ഥാനം, വാസസ്ഥാനം എന്നൊക്കെ അനേക അർത്ഥങ്ങൾ. വിവൃതമാണ്, തുറന്നു വെച്ചിരിക്കുകയാണ്. അതെ, ഒരലച്ചിൽ നിനക്കില്ല, നേരെയാണ് നടന്നു പോയാൽ മതി മുക്തിയിലേക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. മന്യേന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. നോക്കൂ, ഏതശ്രുത്വ 1, 2 സംപരിഗൃഹ്യ, 3 പ്രവൃഹ്യ മർത്യ മനുഷ്യൻ ഏതം അണും ധർമ്മ്യം ആപ്യ, ഈ അതിസൂക്ഷ്മമായ ധർമ്മ്യത്തെ നേടിയിട്ട് മോദതേ, ഇതാണ്. വ്യക്തമാണല്ലോ. നോക്കൂ, ഏതദാത്മതത്വം യദഹം വക്ഷ്യാമി തശ്രുത്വ ആചാര്യപ്രസാദാത് സമ്യഗ് ആത്മഭാവേന പരിഗൃഹ്യ ഉപാദായ മർത്യ മരണധർമ്മ ധർമ്മധനഭേദം ധർമ്മ്യം പ്രവൃഹ്യ ഉദ്യമ്യ പൃഥക്കൃത്യ ശരീരാദേഹേ അണും സൂക്ഷ്മം ഏതം ആത്മാനം ആപ്യ പ്രാപ്യ സഹമർത്യ വിദ്വാൻ മോദത്തെ, മോദനീയം ഹർഷണീയം ആത്മാനം ലബ്ധ്വാ തദേതദേവം വിധം ബ്രഹ്മ സദ്മ ഭവനം നചികേതസം ത്വാ പ്രതി അപാവൃതം ദ്വാരം വിവൃതം അഭിമുഖീഭൂതം മന്യേ മോക്ഷാർഹം ത്വാം മന്യേ ഇത്യഭിപ്രായഃ. ഏതദാത്മതത്വം യദഹം വക്ഷ്യാമി തത് ശ്രുത്വാ ആചാര്യപ്രസാദാത് സമ്യഗ് ആത്മഭാവേന പരിഗൃഹ്യ ഉപാദായ മർത്യ മരണധർമ്മ ധർമാദനഭേദം ധർമ്മ്യം പ്രവൃഹ്യ ഉദ്യമ്യ പൃഥക്കൃത്യ ശരീരാദേഹേ അണും സൂക്ഷ്മം ഏതം ആത്മാനം ആപ്യ പ്രാപ്യ സഹമർത്യ വിദ്വാൻ മോദത്തെ, മോദനീയം ഹർഷണീയം ആത്മാനം ലബ്ധ്വാ തദേതത് ഏവം വിധം ബ്രഹ്മ സദ്മ ഭവനം നചികേതസം ത്വാം പ്രതി അപാവൃതദ്വാരം വിവൃതം അഭിമുഖീഭൂതം മന്യേ മോക്ഷാർഹം ത്വാം മന്യേ ഇത്യഭിപ്രായഃ. അപ്പൊ ഈ ആത്മതത്വത്തെ കേട്ടിട്ട് ഏതശ്രുത്വ ഇപ്പൊ പറഞ്ഞു, എന്താ പറഞ്ഞേ? ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹുരേഷ്ടം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകൗ ജഹാതി എന്നൊക്കെ പറഞ്ഞു. ഈ ആത്മതത്വത്തെ കേട്ടിട്ട് യദഹം വക്ഷ്യാമി, ഞാൻ പറയാൻ പോകുന്നതിനെ കേട്ടിട്ട്, ഞാൻ ആത്മാവിനെ കുറിച്ച് പറയാൻ പോന്നേ ഉള്ളൂ, അതിലേക്കുള്ള സൂചനയാണ് ഇപ്പൊ പറഞ്ഞത്. അതിനെ കേട്ടിട്ട് എന്ത് വേണം? തശ്രുത്വ, അതിനെ കേട്ടിട്ട് എങ്ങനെ കേൾക്കും? എങ്ങനെ കേൾക്കും? ആചാര്യപ്രസാദാത്, ആചാര്യപ്രസാദം കൊണ്ട് മാത്രമേ ഇത് കേൾക്കാൻ പറ്റൂ. ഗുരുപ്രസാദം, ആചാര്യപ്രസാദം. അപ്പൊ ഇവിടെ യമന്റെ പ്രസാദം. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അവനവന്റെ ഗുരുനാഥനിൽ നിന്ന് ഗുരുപ്രസാദാത്, ആചാര്യപ്രസാദാത്.
സമ്യക് ആത്മഭാവേന പരിഗൃഹ്യ. കേട്ടോണ്ട് കാര്യമില്ല. കേട്ടിട്ട് ആചാര്യൻ്റെ പേര് പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും കിട്ടാൻ പോണില്ല. ഇല്ലേ? പലരും പറഞ്ഞു ഞാൻ ഇന്നാളെടുന്ന് കേട്ടിട്ടുണ്ട്. അതൊരു ലിസ്റ്റ് ഉണ്ടാവും, ഇത്ര പേരെടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് ചീത്തപ്പേര് എന്നല്ലാണ്ട് വേറെ ഒരു ഗുണവും നിനക്കുണ്ടായിട്ടില്ല. അതാ കാരണം കേട്ട പോലെ തന്നെ ഒക്കെ പോയി, പരിഗ്രഹിച്ച് വെച്ചിട്ടില്ല. അതാണ്. അതുകൊണ്ട് കേൾക്കുന്നതിനേക്കാൾ കേൾക്കുന്നതിനേക്കാൾ പ്രധാനം സംപരിഗ്രഹ്യ, നല്ലപോലെ പരിഗ്രഹിച്ചിട്ട്, ഉപാദായ സ്വീകരിച്ചിട്ട്. എങ്ങനെ? ആത്മഭാവേന. അതാണ്. വെറുതെ സ്വീകരിച്ചാൽ പോരാ, ഞാൻ തന്നെ എന്നുള്ള ഭാവത്ത് സ്വീകരിക്കണം. എന്നിട്ട് എന്ത് വേണം? ധർമ്മ്യമേതം പ്രവൃഹ്യ, ധർമാദനഭേദം, ധർമാനുസാരിയായ ഈ സാക്ഷാത്കരിക്കാൻ കഴിയുന്നതായ ഇതിനെ പ്രവൃഹ്യ, ഉദ്യമ്യ, പൃഥകൃത്യ, വേർതിരിച്ചിട്ട്. എവിടുന്ന് വേർതിരിച്ചിട്ട്? ശരീരാദേഹേ, ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയ തൻ്റെ ഉപാധികളിൽ നിന്ന് തന്നെ വേർതിരിച്ചിട്ട്. വേറെ എവിടേക്കും പോണ്ട, ഒരു പണി എങ്ങോട്ടും പോണ്ട, ഒരിടത്ത് അടങ്ങിയിരുന്നാൽ മതി. എന്നിട്ട് തന്നെ ഉപാധികളിൽ നിന്ന് വേർതിരിക്കുക. ശരീരം ഞാനല്ല, ഇന്ദ്രിയങ്ങൾ ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, പിന്നെ ഞാൻ ആര്? നേതി ഇതല്ല വേർതിരിക്കുക. അണും സൂക്ഷ്മമേതമാത്മാനമാപ്പി, അതിസൂക്ഷ്മമായ ഈ ആത്മതത്വത്തെ നേടിയിട്ട്. മറ്റേനെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നേടി. താൻ അല്ലാത്തതിനെ കെട്ടിവെച്ചിരിക്കുന്നതാണ് ഇപ്പൊ പ്രശ്നം. അത് ഓരോന്നോരോന്ന് അഴിച്ചു മാറ്റിയാൽ തന്നെ നേടാൻ കഴിഞ്ഞു. നമ്മൾ പല ജാതി കുപ്പായങ്ങൾ ഇടുന്ന പോലെ തന്നെയാണിത്. ഓരോ കുപ്പായം, കോട്ട്, അതിൻ്റെ മുകളിൽ ടൈ, അത് ഇത് എന്നൊക്കെ കെട്ടിയപ്പോൾ ഞാൻ ആള് മാറിപ്പോയോന്ന് എനിക്ക് തന്നെ തോന്നുകയാണ്. ഇനി ഒറ്റ വഴിയുള്ളൂ, ഓരോന്നോരോന്ന് അയക്കുക. എന്തൊക്കെ ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ടോ അതിനെ മുഴുവൻ അഴിക്കുക. അതേ വഴിയുള്ളൂ. അങ്ങനെ ആയാൽ മോദതേ, ആനന്ദിക്കുന്നു. എങ്ങനെ? മോദനീയം ഹർഷണീയം ലബ്ധ്വ, ആനന്ദിക്കപ്പെടേണ്ടതിനെ കിട്ടിയിട്ട്. എന്തിനെ കിട്ടിയാലാണോ ആനന്ദിക്കുന്നത് അതിനെ കിട്ടി. ഒരിക്കലും നല്ലൊരു നേരം പോക്ക് ഒരിക്കലും മറക്കാത്തതാണ്. ഇവിടെ എല്ലാ മാസവും അവസാന ഞായറാഴ്ച വേദാന്ത ക്ലാസ്സാണ്. എല്ലാ മാസവും ഉണ്ട്. ഒരു ദിവസം ഹാള് ഫുൾ ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനെ ക്ലാസ് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ മടിയൻ ഇരിക്കുന്നുണ്ട്. മടിയൻ ഇപ്പം ഇല്ല, മരിച്ചുപോയി. മടിയൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. മൂപ്പര് ക്ലാസ് ലയിച്ചിരിക്കുക. മൂപ്പർക്ക് ലോകമേ ഇല്ല, ചുറ്റുപാടില്ല, ഒന്നുമില്ല. പെട്ടെന്ന് പറഞ്ഞു കിട്ടിപ്പോയി എന്ന്. എന്ത് കിട്ടിപ്പോയേ? എന്നെ കിട്ടിപ്പോയി. പിന്നെ അധികം വന്നിട്ടില്ല. അതോടുകൂടി കോവിഡായി, ക്ലാസ് നിന്നു. കോവിഡ് കാലത്ത് അദ്ദേഹം പോവുകയും ചെയ്തു. സന്തോഷമായിട്ട്, ആനന്ദമായിട്ട് പോയി. അയാൾക്കും സന്തോഷം, മക്കൾക്കും സന്തോഷം, പത്നിക്കും സന്തോഷം, ഒക്കെ സന്തോഷമായിട്ട് പോയി. ഒരാളും കരഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവർക്കും സന്തോഷം. അത്രയും സുഖമായിട്ടുള്ള പോക്ക്. അതെ, മടിയെന്ന പേരല്ല, മടിയൻ നമ്മളിട്ട പേരാ. അയാളുടെ പേര് ശ്രീകുമാരൻ നായർ എന്നാണ്. മടിയനാണ് ആള്, അതുകൊണ്ടാണല്ലോ മടിയെന്ന് പേരിട്ട്. മടിയനായിരുന്നു, മഹാമടിയനായിരുന്നു.
ആ, എന്തോ പണിയെടുക്കേണ്ടതുണ്ട്, ഇത് കിട്ടാനുള്ള ചിന്ത മാറി. ആ, നമുക്ക് എന്താ തോന്നണത്? എന്തോ പണിയെടുത്ത് കിട്ടേണ്ടതാണ് ആത്മജ്ഞാനം, പണിയെടുത്ത് കിട്ടേണ്ടതല്ല ആത്മജ്ഞാനം. കർത്തൃസാധ്യമല്ല ഇത്. ഇത് വസ്തുതന്ത്രമാണ്. വസ്തുതന്ത്രമാണെന്ന് മനസ്സിലാക്കിയാൽ മടിയനായി. കർത്തൃതന്ത്രമാണെന്ന് മനസ്സിലാക്കിയാൽ അത് ചെയ്യണം, അവിടെ പോകണം, ആശ്രമത്തിൽ പോകണം, എന്നിട്ട് കേൾക്കണം, എന്നിട്ട് മനനം ചെയ്യണം. എങ്ങനെ 90 ഡിഗ്രി ഇരുന്ന് മനനം ചെയ്യണം? 89 ഡിഗ്രി ആയി പോയാലോ മനനം ശരിയാവില്ല. ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് കിട്ടേണ്ടതാണെന്നാ തോന്നണത്. ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചത്തും പോവും. ചത്തുപോയി കഴിഞ്ഞാലോ പിന്നെയും ജനിക്കും, പിന്നെയും ചെയ്യും. ഇത് കിട്ടേണ്ടതല്ല, സ്വരൂപമാണ്. ഇത് വസ്തുതന്ത്രമാണ്, കർത്തൃതന്ത്രമല്ല. എന്ത് ചെയ്യാനും ഒന്നും ചെയ്യാനില്ല. പിന്നൊന്നും ചെയ്യാനില്ല. അതാണ് ഒറിജിനൽ മടിയൻ. ആ, ഇതിപ്പോ തിരക്കാണ്. ഇത് ദീപാരാധനയ്ക്ക് പോകണം, തൊഴണം, കീർത്തനത്തിന് പോകണം, ഭജനയ്ക്ക് പോകണം, അമ്പലത്തിൽ പോകണം, തൊഴണം, ആശ്രമത്തിൽ പോകണം, തീർത്ഥയാത്ര പോകണം. എടാ അതൊക്കെ നിൽക്കട്ടെ. ഇതൊക്കെ ഉണ്ടായിട്ട് നിർത്തരുതേ. ഉണ്ടാവുമ്പോൾ അതൊക്കെ ചെയ്യണം. അത് താനേ കൊഴിഞ്ഞു പോണം. ആ, അല്ലാണ്ട് പറിച്ചു കളയരുത്. പറിച്ചു കളഞ്ഞാൽ കുഴപ്പാ. എന്ത് ഓൺലൈനോ? പിന്നെ ഓൺലൈൻ അല്ലാണ്ടോ? പിന്നല്ലാണ്ട് എല്ലാം ഓൺലൈനാണ്. എല്ലാ ലൈനും വളരെ ഓണാണ്. ഒരു ലൈനും ഓഫാക്കണ പരിപാടിയില്ല. ലൈനൊക്കെ ഓണാണ്, ഒരു പ്രശ്നമല്ല. അതെ. അപ്പൊ അതുകൊണ്ട് ഇപ്രകാരം ഹർഷണീയം ആത്മാനം ലബ്ധ്വ, ഹർഷണീയമായ മോദനീയമായ ആത്മാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ മോദതേ കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു, ഉപനിഷത്ത് കഴിഞ്ഞു. എന്നിട്ട് നചികേതസിനൊരു സമ്മാനവും. എന്താ സമ്മാനം? ഏവം വിധം ബ്രഹ്മ, ഇങ്ങനെയുള്ള ബ്രഹ്മം, സദ്മ, ഭവനം, ഗൃഹം, സ്ഥാനം, ത്വാം പ്രതി, നിന്റെ നേർക്ക്, ഹേ നചികേതസേ, നിന്റെ നേർക്ക് അപാവൃതദ്വാരം, വിവൃതം, തുറന്നു വെച്ചതായിട്ട്, അഭിമുഖീഭൂതം, അഭിമുഖീഭൂതമായിട്ട്, നേർക്ക് തുറന്നു വെച്ചത്, വളഞ്ഞൊന്നുമല്ല. അതെ, തുറന്നു വെച്ചതായിട്ട് മന്യേ, ഞാൻ മനസ്സിലാക്കുന്നു. മോക്ഷാർഹം ത്വാം മന്യേ ഇതി അഭിപ്രായ, നീ മോക്ഷത്തിന് അർഹനാണ്, സംശയമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയും പറഞ്ഞ അവിടെ നിർത്തി. നചികേതസിനെല്ലാം കൂടി സഹിക്കണില്ല. കാരണം ഇതൊക്കെ ഒരു പ്രശംസയല്ലേ? ഇത് എത്ര നേരായി പ്രശംസിക്കാൻ തുടങ്ങിയിട്ട്, കുറെ നേരായി പ്രശംസിക്കാൻ തുടങ്ങിയിട്ട്. ഓരോ ഉപദേശം പറഞ്ഞാലും പ്രശംസിക്കുകയാണ്. ഇത് എന്നെ വീഴ്ത്താനുള്ള പരിപാടിയാണ്, ഉറപ്പാണ്. അതുകൊണ്ട് ഇനിയും ദയവ് ചെയ്ത് ഈ പ്രശംസയൊക്കെ നിർത്തൂ. അതെ, പ്രശംസിക്കേണ്ടതൊന്നും ഞാൻ ഇളകാൻ പോണില്ല. അതാണ് യദ്യഹം യോഗ്യഃ പ്രസന്നഃ ച അസി ഭഗവൻ മാം പ്രതി, യദി അഹം യോഗ്യഃ പ്രസന്നഃ ച അസി ഭഗവൻ മാം പ്രതി. അല്ലയോ ഭഗവാനെ, അല്ലയോ ഭഗവാനെ, യദി അഹം യോഗ്യ, ഞാൻ യോഗ്യനാണെങ്കിൽ. ഇത്രയായല്ലോ പ്രലോഭനായി. ആദ്യം പ്രതിബന്ധം കാണിച്ചു, പിന്നെ പ്രലോഭനം ചെയ്തു, പിന്നെ പ്രശംസിച്ചു. പോരെ, ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ? ഞാൻ യോഗ്യനാണെങ്കിൽ. അല്ലെങ്കിൽ അത് പറയുക, നീ യോഗ്യനല്ലടോ, നീ വേദാന്ത ജ്ഞാനത്തിന് യോഗ്യനല്ല, പൊയ്ക്കോ എന്ന് പറയുക. എന്നാൽ സന്തോഷം, ഞാൻ പൊയ്ക്കോളാം, വന്നത് എനിക്ക് പോകാനും അറിയാം, അല്ലേ? അതെ, എന്ത്? അതെ, വന്നാൽ എനിക്ക് പോകാനും അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ യോഗ്യനാണെങ്കിൽ, വെറുതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടല്ലേ. പ്രസന്നഹാചാസി മാം പ്രതി, എൻ്റെ നേർക്ക് നീ പ്രസന്നനാണെങ്കിൽ എന്നാ മാത്രം മതി. അപ്പം ഞാൻ യോഗ്യനാണ്, പക്ഷെ നീ പ്രസന്നനല്ലാച്ച പ്രശ്നമാണ്. നീ പ്രസന്നനാണ്, ഞാൻ യോഗ്യനല്ലെങ്കിലും
പ്രശ്നമാണ്. ഇത് രണ്ടും ആണെങ്കിൽ, ഒന്ന് ഞാൻ യോഗ്യനായിരിക്കണം, രണ്ട് നീ പ്രസന്നനുമായിരിക്കണം. ആണെങ്കിൽ എന്ത് വേണം?